ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണി, അല്ലെങ്കിൽ എല്ലും കപ്പ എന്നൊക്കെ പറയില്ലേ, അതാട്ടോ. ഇതുപോലെ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ നിങ്ങൾക്കൊരു കപ്പ ബിരിയാണി കിട്ടും കേട്ടോ. ഇതെങ്ങനെയാണ് ഞാൻ എൻ്റേതായ രീതിയിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു കപ്പ ബിരിയാണിക്ക് ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര തന്നെ അളവ് ബീഫ് എടുക്കണം കേട്ടോ. ഇതുപോലെ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നന്നായിട്ട് മണ്ണുണ്ടാവും കേട്ടോ. ചെറിയ പീസുകളായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ പിന്നെ കപ്പ എടുക്കുമ്പോഴില്ലേ, ഇതുപോലെ പിങ്ക് തോലുള്ളൊരു കപ്പ എടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ കപ്പ തീർച്ചയായിട്ടും വെന്ത് കിട്ടും കേട്ടോ. നല്ല വണ്ണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കപ്പ വെന്ത് കിട്ടും. വെള്ള കളറുള്ള തോലാണെങ്കിലേ എല്ലാ കപ്പയും നല്ല പോലെ വേകാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കപ്പ ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇനി ഇതിന് നമുക്കിതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ ഉള്ളി, 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, കറിവേപ്പില, ഒരു തക്കാളി കേട്ടോ. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ എല്ലും കപ്പയ്ക്ക് വേണ്ട ബീഫില്ലേ, അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ എല്ലും കൊഴുപ്പും പതിരും അതൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. അല്ലാണ്ട് വെറും പീസസ് ഇട്ടിട്ടല്ല വെക്കുന്നത്. ഇത് മാത്രം ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഒരു കപ്പയ്ക്ക് ഉണ്ടാവുക. ഇതാണ് കേട്ടോ പതിര് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കൂണ് വേവിച്ച് കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ പതിരിനുണ്ടാവുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും, 1 സ്പൂണ് ഉപ്പ്, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാല, 1/4 സ്പൂണ് പെരുംജീരകം ചതച്ചെടുത്തത്, 1 സ്പൂണ് ജിഞ്ചർ, 1 സ്പൂണ് ഗാർലിക് പേസ്റ്റ്, ഒരു തക്കാളി, നമ്മുടെ മല്ലിയിലയില്ലേ അതും കൂടെ ചേർത്തിട്ട് 1 സ്പൂണ് മല്ലിപ്പൊടി അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതിലധികം വെള്ളമൊന്നും ഒഴിക്കരുത്. വെന്ത് കഴിഞ്ഞാൽ ബീഫിൽ നിന്ന് നല്ല പോലെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 5-6 വിസിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. എല്ലൊക്കെ ആയതുകൊണ്ട് വേവാൻ സമയമെടുക്കും. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ബീഫ് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളമൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടോ നല്ല സോഫ്റ്റായിട്ട് അതിൻ്റെ കൊഴുപ്പും എല്ലും ഒക്കെ വെന്ത് സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റായിട്ടോ ഈ ഒരു കറിക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് പൂളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു വിസിലിട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഞാനിതാ നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. പൂളക്കിഴങ്ങിൻ്റെ പീസസ് ഒന്നും ഉടയാൻ പാടില്ല കേട്ടോ. ഇതുപോലെ പീസുകളായിട്ട് തന്നെ കിടക്കണം. ഇങ്ങനെ തന്നെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ളൊരു കപ്പ ബിരിയാണി കിട്ടും കേട്ടോ. പൂളക്കിഴങ്ങ് നമ്മൾ വേവിച്ച് ചേർക്കുന്നതിനേക്കാൾ നല്ലതും ഇതുപോലെ ഇതിലിട്ടിട്ട് തന്നെ വേവിക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാല പിടിക്കും കേട്ടോ. ഇതാണ്ടോ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കിഴങ്ങെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം 2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഒരു 1/4 സ്പൂണ് ഉലുവ ചേർത്തിട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം വലിയ ഉള്ളി കൂടെ ചേർത്ത് ഒരു 5-6 ചെറിയുള്ളി കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് ഒരു ഹാഫ് കുക്കായി വരുന്ന സമയത്ത് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായി മിക്സാക്കുക കേട്ടോ. ഉള്ളി നല്ല പോലെ വഴണ്ടി വരണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മുടെ എല്ലും കപ്പിയില്ലേ അതുകൂടെ ഒന്ന് കൊട്ടിക്കൊടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സാക്കിയിട്ട് അതിലേക്ക് 1 സ്പൂണ് നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ബിരിയാണിക്കൊക്കെ കിട്ടുന്ന നല്ലൊരു മണവും ടേസ്റ്റും കൂടെ കിട്ടും കേട്ടോ. അതിനാണ്. എന്നതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള എല്ലും കപ്പയും അല്ലെങ്കിൽ കപ്പ ബിരിയാണി എന്നൊക്കെ പറയില്ലേ, അത് റെഡിയായി കിട്ടും കേട്ടോ. നല്ല രുചിയാണ്, നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇതാണ്ടോ ഇതുപോലെ ജ്യൂസി ആയിട്ടിരിക്കാൻ പാടില്ല. ഇതുപോലെ നമ്മൾ സ്പൂണിലെടുക്കുമ്പോൾ ഒരു പീസ് ബീഫും ഒരു പീസ് കപ്പയും അങ്ങനെ കിട്ടണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതാണ്ടോ നമ്മൾ കപ്പ ഇട്ട് വേവിച്ചത് കൊണ്ട് അതിൻ്റെ ഉള്ളിലും കൂടെ മസാലയൊക്കെ ഇറങ്ങിയിട്ട് നല്ല കളറിൽ സോഫ്റ്റിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ കപ്പ ബിരിയാണി തയ്യാറാക്കി നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.